6 ദിവസത്തോളം മരുഭൂമിയിലൂടെ അലഞ്ഞ ശേഷം ആ സ്ത്രീ ഒരു ചെറിയ കുളം കണ്ടു. അതിയായ ദാഹത്തോടെ അവൾ കുടിക്കാനായി കുനിഞ്ഞു. എന്നാൽ ആ ദ്രാവകം വായിൽ തട്ടിയതും അതൊരു വിചിത്രമായ ഒട്ടിപ്പിടിക്കുന്ന പദാർത്ഥമാണെന്ന് അവൾക്ക് മനസ്സിലായി. പരിഭ്രാന്തയായി തനിക്ക് തെറ്റിപ്പോയതാണോ എന്നാലോചിച്ച് അവൾ വീണ്ടും വീണ്ടും അത് പരിശോധിച്ചുകൊണ്ടിരുന്നു. അതേസമയം പിന്നിൽ നിന്നൊരു നേർത്ത ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. ഒരു വെള്ളക്കുതിര അവിടെ നിശബ്ദമായി അവളെ നോക്കി നിൽക്കുന്നു. മരുഭൂമിയുടെ നടുവിൽ ഒരു കുതിരയെ കണ്ടത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പക്ഷെ ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. കാരണം തൊട്ടടുത്ത നിമിഷം ഭൂമി പിളർന്നു മാറുകയും ഒരു വലിയ സർപ്പസമാനമായ മോൺസ്ട്രസ് ജീവി പുറത്തുവരികയും ചെയ്തു. സ്ത്രീ വേഗത്തിൽ ഉരുണ്ടുമാറി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കുളം യഥാർത്ഥത്തിൽ ആ ജീവി ഒരുക്കിയ കെണിയാണെന്നും ഒരുപക്ഷെ കുതിര അവളെ മുന്നറിയിപ്പ് നൽകാൻ വന്നതാണെന്നും അവൾക്ക് മനസ്സിലായി. അവൾ കുതിരയെ നോക്കി. അവളെ പിന്തുടരാൻ സിഗ്നൽ നൽകുന്നതുപോലെ അത് മെല്ലെ തലയാട്ടി. അവൾ അതിന് പിന്നാലെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കുതിര നിലത്ത് മാണ്ടി. സ്ത്രീ അവിടെ കുഴിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ജലസ്രോതസ് അവിടെ നിന്ന് പുറപ്പെട്ടു. അവൾ ഉടൻ തന്നെ അതിൽ നിന്ന് വെള്ളം കുടിച്ചു. കുതിര മുന്നോട്ട് നീങ്ങി അവളെ മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നയിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം ഭയാനകമായി മാറി. ആ നിമിഷം മറ്റൊരു രാക്ഷസൻ ഭൂമിക്കടിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് സ്ത്രീക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ഇത്തവണ കുതിര അവളെ രക്ഷിക്കുകയും ഈ പ്രക്രിയയിൽ അതിന് പരിക്കേൽക്കുകയും ചെയ്തു. രോഷാകുലയായ സ്ത്രീ തന്റെ ഒളിഞ്ഞുകിടന്ന ശക്തികൾ ഉപയോഗിച്ച് രാക്ഷസന്റെ പുറത്തേക്ക് ചാടി. അതിന്റെ കവചം താഴെയിട്ട് തലയ്ക്ക് പ്രഹരിച്ചു.